കിച്ചണിലേക്ക് യൂസ് ആകും എന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ചൊരു സാധനം കാണിച്ചാൽ പിന്നെ പെട്ടിയുടെ ആദ്യത്തെ വീഴ്ച കണ്ട് ആര് പേടിക്കേണ്ട, പെട്ടിക്കൊന്നും പറ്റിയില്ല, എന്റെ കൈക്കേ പറ്റിയുള്ളൂ. അത് അങ്ങോട്ട് നോക്കും, കണ്ണിന് കീഴടക്കുന്ന നിറ വിപ്ലവം പോലെയല്ലേ ഓരോന്ന് പുറത്തേക്ക് വരുന്നത്. 10ലും പ്ലസ് 2ലൊക്കെ പഠിക്കുമ്പോൾ മാത്സിന് ടീച്ചർ ബോർഡിൽ വരയ്ക്കാൻ കൊണ്ടുവരുന്ന പണിയായുധം പോലെ കുറച്ച് ആൾക്കാർക്കെങ്കിലും സാധനം എന്താ മനസ്സിലായിട്ടോ. ഇതൊന്ന് പരീക്ഷിക്കാനുള്ള ആപ്പിൾ ഇല്ലാത്തതുകൊണ്ടാണ് സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു ആപ്പിൾ വാങ്ങി. പിന്നെ സൂപ്പർ മാർക്കറ്റിലായാലും ഏത് കടയിൽ പോയി കഴിഞ്ഞാലും മാൻഡേറ്ററി ആയിട്ടുള്ള ചെറുപയറിന്റെ അരിയുടെ ഫിറ്റ് ചെക്ക് അത് നമ്മൾ എന്തായാലും ചെയ്യണം. പുറത്തുപോക്കും തേവാരൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോ രാത്രി ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് വളരെ ഗംഭീരമായിരുന്നു, ഒരു ലാഗും ഇല്ലാണ്ട് പോയി. പക്ഷെ അത് കഴിഞ്ഞ് എന്റെ ശരീരത്തിലെ ആകെക്കൂടെ ബാക്കിയുള്ള അവസാന ശ്വാസം വരെ ആഞ്ഞു വലിച്ചെടുത്തിട്ട് ഇതൊരെണ്ണം മുറിച്ച് കിട്ടാൻ ഒരു 5 മിനിറ്റ് എടുത്തു. പിന്നെ ഈ പരാക്രമത്തിനിടയിൽ കുറെ അപശബ്ദങ്ങൾ വരും, അതാരും മൈൻഡ് ആക്കണ്ട. ഓക്കെ ഇനി ചെസ് നമ്പർ 2 ഓൺ ദ സ്റ്റേജ്. ഓരോ ഫ്രൂട്ട് കട്ട് ചെയ്യാനും പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയ ഷേപ്പ് ആണല്ലോ ഉള്ളത്. അടുത്തതായി നമുക്ക് വേണ്ടത് ഇസ് എ ബനാന. അപ്പൊ പഴം എടുക്കുക, തൊലിക്കുക, പ്ലേറ്റിൽ വെക്കുക, കട്ട് ചെയ്യുക. സിമ്പിൾ റൈറ്റ്? പക്ഷെ കേൾക്കുന്ന പോലെ എത്ര സിമ്പിൾ അല്ലായിരുന്നു. ഈ ടൈം കൊണ്ട് വി കുഡ് ഹാവ് കട്ട് 4 ബനാന. അങ്ങനെ 2 ഫ്ലോപ്പ് ആയതുകൊണ്ട് മാങ്ങ കിട്ടാത്തതുകൊണ്ട് ഞാൻ നിർത്തി.